ഹായ് ഫ്രണ്ട്സ്, പുതുമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഓണം സ്പെഷ്യൽ റെസിപ്പിയിൽ കാണിക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഓലനാണ്. നമ്മുടെ സദ്യക്കൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണല്ലോ ഓലൻ. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനാവശ്യമായ സാധനങ്ങളാണ് ഈ കാണുന്നത്. ഒരു ചെറിയ കഷ്ണം മത്തൻ കനം കുറച്ച് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 നീളൻ പയർ കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. ഒരു 4 പച്ചമുളക്, ഒരു 3 ടേബിൾ സ്പൂൺ വൻപയർ വേവിച്ച് വെച്ചിട്ടുണ്ട്. 1 ഗ്ലാസ് തേങ്ങാപ്പാൽ, ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ, ഒരു തണ്ട് കറിവേപ്പില, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച മത്തനും പയറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. പയർ ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ മത്തനും പച്ചമുളകും മാത്രം ഇട്ടാലും മതി. ഞാൻ ഈ പയർ വേവിച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് തികഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കാം. ഇതൊന്ന് പകുതി വെന്തതിന് ശേഷം വേണം നമ്മൾ വേവിച്ച് വെച്ച പയർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. നമുക്ക് ഒരു പകുതി കുക്കായതിന് ശേഷം നമുക്ക് പയർ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ച പയർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം പയർ വേവിച്ചതാണല്ലോ, അപ്പം നമ്മൾ ആദ്യമേ ഇടുകയാണെങ്കിൽ അത് അങ്ങ് ഒരുപാട് കുഴഞ്ഞു പോകും. അതുകൊണ്ട് പകുതി കുക്കായതിന് ശേഷം ഇട്ടാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് തേങ്ങാപ്പാൽ കൂടി ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടി ഒരു 5 മിനിറ്റ് ഇടന്ന് നല്ലപോലെ കുറുകണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നല്ലപോലെ കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന് വെളിച്ചെണ്ണ തന്നെ നിങ്ങൾ യൂസ് ചെയ്യണം, എന്നാലേ ഓലത്തിന് നല്ലൊരു ടേസ്റ്റും മണമൊക്കെ കിട്ടത്തുള്ളൂ. ഇപ്പോൾ കറിവേപ്പിലയുടെയും വെളിച്ചെണ്ണയുടെയൊക്കെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ കണ്ടല്ലോ എത്ര എളുപ്പത്തിലാണ് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഓലൻ ഉണ്ടാക്കിയെടുത്തതെന്ന്. ഈ റെസിപ്പി നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീട്ടിൽ. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പുതുമാസ് കിച്ചണിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു ഓണം സ്പെഷ്യൽ റെസിപ്പിയുമായിട്ട് കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്.